വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മഹാശിവരാത്രി ഇതാ വന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, ഗുരുവിൻ്റെ ചരിതം, ഗുരുവിൻ്റെ ദർശനം, ഗുരു എന്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ഇടയിൽ പറയണം എന്നാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. അതുപ്രകാരം ഞാൻ ചിന്തിച്ച ആ ഒരു നിമിഷം തന്നെ ഭഗവാന്റെ ആ തിരുവെഴുന്നള്ളത്ത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ഒരു ചിത്രത്തെ എൻ്റെ മനസ്സിലേക്ക് തരികയുണ്ടായി. നമുക്കറിയാം, ഈ ശിവരാത്രി വരുമ്പോൾ 137 വർഷങ്ങൾക്ക് മുമ്പ് അരുവിപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിൽ നിന്നും ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി ഇറങ്ങി വന്നു എന്ന് അവിടുന്ന് രചിച്ച സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാമത്തെ പദ്യത്തില് അവിടുന്ന് കാട്ടിത്തരുന്നു, വരച്ച് കാണിച്ചു തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഇവിടേക്ക് ഇറങ്ങി വന്നതെന്ന് അവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊക്കെ, നമ്മൾ ധാരാളം ആ സുബ്രഹ്മണ്യ കീർത്തനമൊക്കെ പഠിച്ച് ചൊല്ലുന്ന ആളുകൾക്ക് മനസ്സിലായി കാണും. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം. ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം. ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക്, ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. എന്താണ് അവിടുന്ന് പറഞ്ഞത്? കഷ്ടം സ്പഷ്ടം രാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു. അതായത് എന്റെ ഉള്ളിലെ അജ്ഞാനത്തിന്റെ അല്പം പോലും ഉണ്ടായിരുന്ന എല്ലാ മറകളും നീങ്ങിക്കഴിഞ്ഞു. ഇതാ ഒരു കോടി സൂര്യന്മാർ ഉദിച്ചതുപോലെ ഈശ്വര സ്വരൂപത്തെ മനസ്സിൽ തെളിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ആനന്ദാനുഭൂതിയെ നുകർന്നുകൊണ്ടിരുന്നാൽ ഇവിടെ കഷ്ടം ദീനം പിടിച്ചും മതിരേകവും പിടിച്ചും കിടക്കുന്ന ലോകരെ ഇവരെ കൈപിടിച്ചുയർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ആ ഈശ്വരാനുഭൂതിയെ അവിടെ നിലനിൽക്കാൻ വരട്ടെ, ഈ പാവങ്ങളെ പൊക്കാൻ ഇതാ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിലെ 5 വർഷത്തെ കഠിനമായ തപസ് അവസാനിപ്പിച്ചുകൊണ്ട് അരുവിപ്പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടെ കണ്ട കാഴ്ച എന്താണ്? ലോകരെല്ലാം കഷ്ടതയാൽ ഈ ജാതി തുടങ്ങിയിട്ടുള്ള ദുരാചാരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ജനങ്ങളെയാണ് ഗുരുവിനെ കാണുവാൻ സാധിച്ചത്. ആ അവസ്ഥ ഇന്ന് എല്ലാവരും ഇരിക്കുന്നവരോട് പറഞ്ഞാൽ അത് നമുക്ക് ആ ചരിത്രം പഠിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു പുതുതലമുറയോട് നാം ഈ ഉപദേശത്തെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ചരിത്രം എങ്ങനെ ഉണ്ടായി, ആ ചരിത്രം നാം എങ്ങനെ പഠിക്കണം, അതിനൊരല്പം മനസ്സ് വെച്ചാലേ നമുക്ക് ഗുരുവിന്റെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ ഗുരു ചെയ്ത പ്രവർത്തനം കൊണ്ട് ഈ കേരളത്തിന്, ഈ ഭാരതത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും വ്യക്തമായി ധരിച്ചുകൊള്ളണം. ആ അവസ്ഥ എന്തായിരുന്നു എന്ന് മഹാകവി കുമാരനാശാൻ ദുരവസ്ഥ എന്ന കാവ്യത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒക്കെ പൂർവികരുടെ അവസ്ഥ ആശാനോട് ഗുരുവിന്റെ കൽപ്പന പ്രകാരമാണ് ആശാൻ ഈ ദുരവസ്ഥയൊക്കെ രചിച്ചത് എന്നുള്ള ചരിത്രം ഉണ്ടാകുന്ന നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്ന് വളരെ പച്ചയായിട്ട് മഹാകവി കുമാരനാശാൻ കുറിച്ചു വെച്ചത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണത്? അക്ഷരം എന്നതറിവില ചാത്തനും യക്ഷിയും പേയും ഇവർക്കു ദൈവം, കുക്ഷിയിൽ കൊണ്ട കരിക്കാടിയല്ലാതെ നിക്ഷേപമായി ഇവർക്കൊന്നുമില്ല. അക്ഷരം എന്നതറിവില. അക്ഷരം പഠിക്കാൻ സ്കൂളിൽ പോകാനൊക്കെ വല്ല അവകാശം ഉണ്ടായിരുന്നോ? അക്ഷരം അറിയില്ല. അക്ഷരം എന്നതറിവില
ചാത്തനും യക്ഷിയും പേയും ഇവർക്കു ദൈവം. ഇവരുടെ ദൈവങ്ങളാണെങ്കിലോ യക്ഷി, പേയി, ചാത്തൻ തുടങ്ങിയിട്ടുള്ള ദുർദേവതകളെയാണ് ഈ പാവപ്പെട്ടവർ ആരാധിക്കുന്നതെന്ന് ആശാൻ പറയുകയാണ്. അക്ഷരമെന്നതറിയില്ല ചാത്തനും യക്ഷിയും പേയും ഇവർക്കു ദൈവം. കുക്ഷിയിൽ കൊണ്ട കരിക്കാടിയല്ലാതെ നിക്ഷേപമായി ഇവർക്കൊന്നുമില്ല. കുക്ഷിയിൽ കൊണ്ട കരിക്കാടി എന്ന് പറഞ്ഞാൽ എന്താ? ആ കാലത്ത് കുടിച്ച കാടിവെള്ളം, കഞ്ഞി എന്ന് പറയില്ല എന്ന്. കാരണം കാടിയാണ് കുടിക്കുന്നത്. കാരണം അതാണ് നമ്മൾക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ആ കാടി അല്ലാതെ നിക്ഷേപമായി ഇവർക്കൊന്നുമില്ല. മറ്റൊരു നിക്ഷേപങ്ങളും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇല്ല. ഇന്നൊരു കുഞ്ഞ് പിറന്നു വീണാൽ ആ കുഞ്ഞിന്റെ പേരിൽ നാം നിക്ഷേപിക്കുന്ന സംഖ്യ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു പെൺകുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമ്മള് ആ കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുകയാണ്. അന്ന് കാലത്ത് വല്ലതുകൊണ്ടോ? അക്ഷരമെന്നതറിയില്ല ചാത്തനും യക്ഷിയും പേയും ഇവർക്കു ദൈവം. കുക്ഷിയിൽ കൊണ്ട കരിക്കാടിയല്ലാതെ നിക്ഷേപമായി ഇവർക്കൊന്നുമില്ല. കൂറത്തരമില്ല കാരുണ്യത്തിൽ യൗവനത്തിൽ ഉടുക്കാൻ വസ്ത്രങ്ങളില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൂറത്തരമില്ല താരുണ്യത്തിൽ ചിലർ കിറക്കരിത്തുണി ചിതൽ ചാർത്തി നാണം മറയ്ക്കും. ചിലർ നിജായുസ്വരു കോണകം കൊണ്ടു കഴിച്ചു കൂട്ടും. പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഇരിക്കണ്ടേ, അവർക്കൊക്കെ ഇന്നും ഓർമ്മയുണ്ടാവും. കോണമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പൂർവികരെയൊക്കെ, ഓർമ്മയുള്ളവരൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. പ്രായമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ? അവരുടെ അപ്പൊ അങ്ങനെയുള്ള ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആ ആയുസ് മുഴുവൻ അതെടുത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് അവർ ജീവിക്കും. പൂരത്തരമില്ല കാരുണ്യത്തിൽ ചിലർ കിറക്കരിത്തുണി ചിന്തൽ ചാർത്തി നാണം മറയ്ക്കും. ചിലർ നിജായുസ്വരു കോണകം കൊണ്ടു കഴിച്ചു കൂട്ടും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഗുരു അവിടെ അരുവിപ്പുറത്തേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ 137 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്ത, സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത, ദാരിദ്ര്യത്തിൽ പൂണ്ടുകിടക്കുന്ന ഈ പാവങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് സംസ്ഥാപനം ചെയ്തു. അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് അവിടുന്ന് ചിന്തിച്ചു. അതിന്റെ ഫലമായി അവിടെ ചേർന്ന ഭക്തന്മാരെല്ലാവരും കൂടി തീരുമാനിച്ച പ്രകാരം ഗുരുദേവൻ ഒരു പ്രതിഷ്ഠ നടത്താൻ പോവുകയാണ്. 137 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവരാത്രി നാളിൽ സ്വാമി തൃപ്പാദങ്ങൾ ശങ്കരൻകുഴി എന്ന് പറയുന്ന വലിയ കയത്തിൽ ഇറങ്ങി ചെന്ന് ഒരു ശിലയെടുത്തു കൊണ്ടുവന്ന് ആ ഒരു പാറമേൽ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ ചെത്തി മിനുക്കിയ ആ പാറയിലേക്ക് അവിടുന്ന് ആ ശിവലിംഗത്തെ ആ രാത്രി വെളുപ്പിന് 3 മണി സമയത്ത് ആ ശിലയിലേക്ക് വെച്ചപ്പോൾ അത് ഉരുകി ഉറച്ചു പോയി എന്നുള്ളതാണ് ചരിത്രം. ആ അന്ന് വെച്ച അഷ്ടബന്ധം ഇട്ടിട്ടാണ് നമ്മൾ ഇന്നൊക്കെ പ്രതിഷ്ഠ നടത്തുന്നത് അല്ലേ? ഗുരു പക്ഷേ അഷ്ടബന്ധം ഇട്ടിട്ടാണോ ചെയ്തത്? അല്ല, അവിടുത്തെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചുകൊണ്ടിരുന്ന ആ കണ്ണുനീരിൽ മുങ്ങിയ ആ ശിലയെ വെച്ചപ്പോൾ ആ ശിലയും തമ്മിൽ ഉറച്ചുപോയി. അതാണ് ഗുരുവിന്റെ പ്രതിഷ്ഠ, അരുവിപ്പുറം പ്രതിഷ്ഠ. അതൊക്കെ വലിയ ചരിത്ര സംഭവമാണ്. ആ ചരിത്രത്തെ ആ പ്രതിഷ്ഠാവേളയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭൗമമായ ഒരു തേജസ് അവിടെ കളിയാടിയതായി അവിടെ ദൃക്സാക്ഷി വിവരണത്തിൽ ഉണ്ടായിരുന്ന ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞുകൊടുത്ത ആ ചരിത്രത്തെ മഹാകവി കുമാരനാശാൻ എഴുതിയ ജീവചരിത്രത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഒരു പ്രത്യേകമായ ഒരു തേജസ് ആ സമയത്ത് അവിടെ കളിയാടിയിരുന്നതായും ആ ഗുരു വെച്ച ആ ശിലയോട് ചേർന്ന് ഉറച്ചുപോയി എന്നുള്ളതും ചരിത്രം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മഹാചരിത്രത്തിന് നന്ദി കുറിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്താണ് ചെയ്തത്? ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം ഒന്നാണ്. നരനും തരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. അതിന് വിഘാതമായിട്ടുള്ളതൊക്കെ ഇല്ലാതാകണമെന്ന് സഹോദര്യം എന്ന് പറയുന്ന കൃതിയിൽ ഭഗവാൻ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം.
അതിന് വികാരമായതെല്ലാം ഇല്ലാതെയാകണം എന്ന് സ്വാമി തൃപാദങ്ങൾ നമ്മെ ഉപദേശിക്കുന്നു. അങ്ങനെ ആ അരിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി, ആ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവിടെ എഴുതി വെച്ചു. എന്താണ് എഴുതി വെച്ചത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ഇതൊരു മാതൃകാസ്ഥാനമാണ്, ഇതൊരു മാതൃകാസ്ഥാനമാണ് എന്ന് അവിടുന്ന് എഴുതി വെച്ചു. അപ്പൊ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം അവിടുന്ന് സംസ്ഥാപനം ചെയ്തു. 1888 ശിവരാത്രി നാളിൽ അവിടുന്ന് സംസ്ഥാപനം ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് നടന്നതാണ് കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അന്ന് വരെ ഒരു അവർണന് പ്രതിഷ്ഠ നടത്തുവാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. താന്ത്രിക വിധിപ്രകാരമോ ഏതു വിധിപ്രകാരമായാലും ഒരു പ്രതിഷ്ഠ നടത്തുവാൻ ഒരു അവർണന് സാധിക്കുമായിരുന്നില്ല. അവിടെയാണ് ഗുരുവിന്റെ ഈ നവോത്ഥാനം ആരംഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ നമ്മുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരുടെ ദുഃഖത്തിനും ദുരിതത്തിനും അറുതി വരുത്തി അവരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ മരുത്വാമലയിലെ തപസ് ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടി ഈ പാപങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്ന ചരിത്രത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഗുരു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ പ്രതിഷ്ഠിച്ച ആ ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ച് അവർ ശിവനാണെന്ന് നമ്മൾക്ക് പറഞ്ഞു തന്ന് ആ ശിവനെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകളും എത്രയോ നമുക്ക് എഴുതി തന്നു. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലി പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പ്രാർത്ഥനകൾ അറിയാൻ പറ്റും? അപ്പൊ ഇങ്ങനെ നമ്മൾ ഇന്ന് നമ്മളെ ആക്കിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. നമ്മൾക്ക് ആ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗുരു ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ തുടർച്ചയായി നമ്മുടെ ഈ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ ഈ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഗുരു നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ ഗുരു നമുക്ക് കൃതിയിലൂടെ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ശിവനെ പ്രാർത്ഥിക്കേണ്ടത്, ആരാണ് ഈ ശിവനെന്നൊക്കെ നമ്മൾ കാണുന്ന ഈ ഒരു സർപ്പമാലയും കയ്യിലൊരു ഉടുക്കും ഒരു വടിയും ഒക്കെ ഒരു ശൂലവും ഒക്കെ എന്തി നിൽക്കുന്ന ജടാധാരിയായ ആ ഒരു ശിവസ്വരൂപത്തെയാണ് നമുക്ക് ശിവനായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ ഈ ശിവന്റെ സ്വരൂപത്തെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശിവശതകത്തില് ഈ ശിവന്റെ രൂപമായിട്ട് ഈ സർപ്പമാലയും അതുപോലെ തന്നെ ഇതെല്ലാം പറയുന്നുണ്ട്. അവിടുത്തെ താണ്ഡവ നൃത്തത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ ശിവശതകത്തിൽ. പക്ഷെ മറ്റു ചില ശിവസ്തോത്രങ്ങളില് ഇപ്പൊ ശിവപ്രസാദ പഞ്ചകത്തില് എന്താണ് അവിടുന്ന് പറഞ്ഞത്? നമുക്ക് ശിവപ്രസാദ പഞ്ചകം നമ്മുടെ കൃതിയിലുണ്ടല്ലോ, നമുക്കൊന്ന് പാടാം. ശിവരാത്രി വരികയാണല്ലോ, നമുക്ക് ഒന്ന് എല്ലാവർക്കും കൂടി ചേർന്ന് നമുക്ക് ആലപിക്കാം. പതിനെട്ടാമത്തെ പേജില് ശിവപ്രസാദ പഞ്ചകം നമുക്ക് ചൊല്ലാം. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴുവൻ ഭവനാടകമാടും അരും പൊരുളേ. പൊരുളെന്നും ഉളമ്പൊടു മക്കളുയർത്തിരൽ എന്നും ഇതൊക്കെ അനർത്ഥകരം. കരളിന്നു കരഞ്ഞു കരും കരളിൽ പുലനാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണ കുടിയിൽ കുടികൊണ്ട് ഗുണങ്ങളോടും കുടികൊണ്ടു കുളിക്കുമരും കുളി നീരടി തട്ടിയകത്തു നിറഞ്ഞിരി നീ. ഗളമുണ്ടു കരുക്കതു നീ ഗളം കളമുണ്ടതു കൊണ്ട് കൃപാനിധിയേ. കളമുണ്ടൊരു കൊണ്ടലോട് കടൽക്ക് കളമുണ്ടൊരു സീമ നിനക്കു നൽകി. കരിവെണ്ണി വിരുത്തി അനങ്ക
കഴുകി. എന്താണ് ഈ ശിവപ്രസാദ പഞ്ചകത്തിലൂടെ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്? ശിവപ്രസാദ പഞ്ചകത്തിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ഒരു ദിവസം പോലും പറഞ്ഞാൽ തീരുന്നതല്ല. 5 പദ്യങ്ങളേ ഉള്ളൂ. ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മംഗളകാരി എന്നാണ്. ശിവൻ എന്ന പദത്തിന്റെ അർത്ഥം മംഗളം ചെയ്യുന്നവനാണ് ശിവൻ. ശിവ, ശങ്കര, അല്ലയോ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനെ, ഇങ്ങനെ ശിവഭഗവാനെ തിരുത്തിച്ചുകൊണ്ട് 2-3 വാക്കുകൾ പറയാണ്. ശിവ, ശങ്കര, സർവ ശരണ്യ വിഭോ ഭവസങ്കട നാശന പാഹി ശിവ. ഈ ഭവസങ്കടത്തെ നാശം ചെയ്തുകൊണ്ട് എന്റെ ഈ സംസാര ദുഃഖത്തെ നീക്കിക്കൊണ്ട് എനിക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും നൽകണേ. ഭവസങ്കട നാശന പാഹി ശിവ. കവി സന്തതി സന്തതവും തൊഴും എൻ ഭവ നാടകമാടും അരുംപൊരുളെ. കവികളായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യവാന്മാരായിരിക്കുന്നവരൊക്കെ തന്നെ അവിടുത്തെ ഭജിക്കുന്നുണ്ടല്ലോ. അപ്പോ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടും അരുംപൊരുളെ. ഈ സംസാര നാടകം നടിക്കുന്ന അലയോ അരുമയായ തത്വമേ, അവിടുന്ന് എന്റെ എല്ലാവിധമായ സങ്കടങ്ങളും മാറ്റിത്തരണം എന്നാണ് ചെറിയ രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കുക. 2ാമത്തെ പദ്യത്തിൽ പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് പറയുന്നത്? പൊരുളെന്നും ഉടമ്പോഴും മക്കൾ ഉയർത്തിയാൽ എന്നും ഇതൊക്കെ അനർത്ഥകരം. എന്താണ് അനർത്ഥകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്? പൊരുളെന്ന് പറഞ്ഞാൽ എന്താണ്? ധനം, അല്ലെ? പൊരുളെന്ന് പറഞ്ഞാൽ ധനം. പൊരുള്, ഉടമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ദേഹം. പിന്നെ മക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ തന്നെ. പൊരുളെന്നും ഉടമ്പോഴും മക്കൾ, ഉയർത്തിരൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്. ഇതൊക്കെ അനർത്ഥകരമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ മരിച്ചോ എന്നുള്ളതാണോ? അല്ല, ഇതൊക്കെ ഭഗവാൻ തന്നെങ്കിലേ ഉള്ളൂ. ഭഗവാനാണ് എനിക്കിതെല്ലാം തരുന്നത്. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് ഇത് വേണ്ട രീതിയിൽ തരണം. അല്ലാതെ എന്റെ ആഗ്രഹത്തിലൊട്ട് ഞാൻ നീങ്ങിയാൽ ഇതൊന്നും നടപ്പിലാവുന്ന കാര്യമില്ല. അതൊക്കെ എന്റെ കരളിൽ നിന്ന് കളയണം. എന്റേതാണ് എന്റെ സമ്പത്ത്, എന്റേതാണ് എന്റെ സൗന്ദര്യം, എന്റേതാണ് എന്റെ ആയുസ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ എത്രയൊക്കെ ഞാൻ ജീവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്റെ കരളിൽ നിന്ന് കളഞ്ഞ് കരുങ്കടലിൽ, ദുഃഖക്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിക്കണം. ഭഗവാൻ എന്നെ പൊതിഞ്ഞു പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം പോലും മറ്റൊന്നും എന്റെ ഉള്ളിൽ വരാൻ സാധ്യമാകരുത്. കാരണം ഭഗവാൻ പിടിച്ചാൽ പിന്നെ മറ്റൊരാൾക്ക് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എന്നെ പൊതിഞ്ഞ് പിടിക്കണം എന്നാണ് അവിടെ പറയുന്നത്. പൊരുളെന്നും ഉടമ്പോട് മക്കൾ ഉയർത്തിയാൽ എന്നും ഇതൊക്കെ അനർത്ഥകരം. ഇതൊക്കെ കരണിന്ന് കളഞ്ഞ് കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ എന്ന് ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കള്, നമ്മുടെ ധനം, നമ്മുടെ ആയുസ്, നമ്മുടെ സൗന്ദര്യം, നമ്മുടേതെന്ന് വിചാരിക്കുന്ന എന്തൊക്കെയുണ്ടോ ഇതെല്ലാം അലയോ ഭഗവാനെ അവിടുന്ന് തരുന്നതാണ്, അവിടുത്തേതാണ്. അവിടുന്ന് തന്നെങ്കിലേ ഈ ഉള്ളവരുള്ളൂ എന്ന ബോധത്തിൽ ഇതിനെയൊക്കെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് പോയാൽ എന്ത് വന്നാൽ എന്ത്, ഇതെല്ലാം ഭഗവാൻ തന്നതാണ് എന്ന ബോധം നമുക്കുണ്ടാവും, അല്ലെ? പക്ഷേ നമ്മള് മീൻ പിടിക്കാൻ പോയ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലേ? നമ്മളിപ്പോ ഇത് പറഞ്ഞപ്പോ സുന്ദരലാല് പറഞ്ഞപ്പോ ശരിയാണോ എന്നൊക്കെ ചിലപ്പോ നമ്മളൊന്ന് ആലോചിക്കും, അല്ലെ? നമ്മള് എങ്ങനെയാ ഭഗവാന് കൊടുക്കുക? നമ്മള് ഭഗവാൻ എങ്ങനെയാ കൊടുക്കുക? ഇപ്പൊ ഒരാൾ ചൂണ്ടിടാൻ പോയ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇന്ന് കിട്ടുന്ന ആദ്യത്തെ മീൻ ഞാൻ പുണ്യാളിന് കൊടുക്കാന്ന് നേർന്നു. ഞാൻ പുണ്യാളിന്റെ വരവിൽ ഇപ്പൊ ദേവീദേവന്മാർക്ക് മീൻ കൊടുക്കാൻ പറ്റില്ലത് എന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ അവിടെ ആരും കുറ്റം പറയാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല. അപ്പൊ ഇന്ന് ആദ്യം കിട്ടുന്ന മീൻ ഞാൻ ഭഗവാന് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ആദ്യം കിട്ടിയപ്പോ ഒരു വലിയ മീൻ കിട്ടി. അപ്പൊ വലിയ മീൻ കിട്ടിയപ്പോ ഭഗവാന് കിട്ടുന്ന വലിയ മീൻ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ആ മീൻ ഞാൻ അടുത്തത് ഭഗവാന് കൊടുക്കാം, ഇത് അതായത് കിട്ടെ എന്ന് പറഞ്ഞു. അതിന് എടുത്തു വെച്ച് ഇത്തിരി കഴിഞ്ഞപ്പോ ആ മീൻ ചാടിപ്പോയി. പറഞ്ഞു കിട്ടിയില്ല, ഭഗവാന് കൊടുക്കുന്നത് പോയി എന്നുള്ള നിലയിൽ അതിനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മൾ ഓരോരുത്തരും സാധാരണ ചെയ്യുന്ന നമ്മുടെ ഭക്തിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല, നമ്മള് ഭഗവാന് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഇത് ഭഗവാൻ തന്നെങ്കിലേ ഉള്ളൂ എന്ന ബോധം നമ്മൾക്ക് ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ
നമ്മളെ സംബന്ധിച്ച് നമുക്ക് ദുഃഖത്തിന്റെ ഒന്നും വളരെ കുറയും. നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാകവി കുമാരനാശാൻ പാടി വെച്ചത്, മോഹാകുലരാം ഞങ്ങളെ അങ്ങേരെ അടിപ്പു സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിയിഴപ്പു. എന്താ അതിന്റെ അർത്ഥം? മോഹാകുലരാം ഞങ്ങളെ, ഈ ആഗ്രഹങ്ങൾ കൊണ്ട് ദുഃഖിതരായ ഞങ്ങളെ സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിയിഴപ്പു. അവിടുന്ന് സ്നേഹമാകുന്ന ഒരു കയറുകൊണ്ട് ഞങ്ങളെ ഇതാ കെട്ടി അടുപ്പിച്ചിരിക്കുന്നു. ആഹാ, അങ്ങനെ കെട്ടി അടുപ്പിച്ചു വന്നപ്പോഴോ ലക്ഷം ജനങ്ങൾ അങ്ങേ തിരുനാമ വ്യാപാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തെ എന്ന് ആശാൻ കണ്ടു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഭജിച്ചും പ്രാർത്ഥിച്ചും അവിടുത്തെ വാക്കുകളെ നെഞ്ചിലേറ്റിയും ജീവിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വിജയിച്ചരുളുന്ന കാഴ്ച മഹാകവി കുമാരനാശാനെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് അവിടുത്തെ ആ ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ രചിച്ച ഗുരുസ്തവത്തിൽ മഹാകവി എഴുതി വെച്ചു, മോഹാകുലരാം ഞങ്ങളെ അങ്ങേരെ അടിപ്പൂ സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിയിഴപ്പൂ. ആഹാ, ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തെ. അവിടുത്തെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് വ്യവഹാരത്തിൽ ഏർപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വിജയിക്കുന്ന കാഴ്ച മഹാകവി കുമാരനാശാൻ അന്ന് കാണാൻ സാധിച്ചെങ്കിൽ കോടിക്കണക്കിന് ആളുകളാണ് ഗുരുവിന്റെ ആ സവിധത്തിൽ വന്ന് പ്രാർത്ഥിച്ചും ഗുരുവിന്റെ പ്രാർത്ഥനകൾ ഉരുവിട്ടും ഗുരുവിന്റെ ആ ഗുരു സന്ദേശ പ്രചാരകരായി ജീവിക്കുമ്പോ കോടിക്കണക്കിന് ആളുകൾ വിജയിച്ചരുളുന്ന കാഴ്ച നമുക്കിന്ന് കാണാൻ സാധിക്കും. അതാണ് ഗുരുവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഗുരുവിന്റേതായിട്ടുള്ള ആ ചരിത്രത്തെ നമ്മൾ പഠിക്കണം. ഗുരുവിന്റെ ഏറ്റവും കൂടുതൽ ജീവചരിത്രം മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ്. നമ്മൾ എത്ര പേര് ഗുരുവിന്റെ ഒരു ജീവചരിത്രം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്താനേ മിക്കവാറും പേർക്ക് സാധിക്കുള്ളൂ. നമ്മളൊക്കെ പ്രബുദ്ധരാണ്, പക്ഷെ ഗുരുവിനെ ഒന്ന് പഠിക്കാൻ നമ്മൾ എത്ര പേര് ശ്രമിച്ചിട്ടുണ്ട്? ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോ ഗുരു വിചാരിച്ചതിനേക്കാൾ അപ്പുറം നമുക്ക് തരും. ആശാന്റെ അനുഭവത്തിൽ ആശാൻ പറഞ്ഞു, പ്രീതിക്കാളാകിൽ ഒരാദഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലോ ഗുരുകൃപ. അതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്ത് നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. അങ്ങനെ ഗുരുദേവ പ്രീതിക്ക് പാത്രീഭൂതനായ ഏതൊരാൾക്കും ഓരാതെ ചോദിക്കാതെ അല്ലെങ്കിൽ വിചാരിക്കാതെ തന്നെ എല്ലാ മഹിമയും നൽകുന്ന ചൈതന്യ സ്വരൂപനാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് ആശാൻ കുറിച്ചു വെക്കുമ്പോ അനുഭവമില്ലാതെ അങ്ങനെ കുറിച്ചു വെക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ? മഹാകവിയുടെ അനുഭവമാണത്. കാരണം ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന, ഗുരുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വിചാരിക്കാതെ തന്നെ അവർ വിചാരിക്കുന്നതിലും വലിയ അനുഗ്രഹ വിശേഷങ്ങൾ ഇതാ നേടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു, ഞാൻ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ട് ഗുരു ഇങ്ങനെയാണ്. പിന്നെന്താണ്? അപ്രീതിയിൽ അപജയം ഉണ്ടാക്കിയ നിൽക്കയാലെ ഗുരുദേവ എന്റെ ആ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കോ അവർക്ക് അപജയം ഉണ്ടാക്കി നിൽക്കും. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾക്കും ഏതിനും മൂലമല്ലോ ഗുരുകൃപ. അതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാൻ എന്ന് വെച്ചാൽ മേൽ എന്ന് പറഞ്ഞാൽ ഇനി എത്ര കാലം ഇവിടെ ജീവിതമുണ്ടോ അത്രയും കാലം എനിക്ക് സാധിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവ പാദങ്ങളെ ഞാൻ എപ്പോഴും തൊഴുന്നു എന്നാണ് ആശാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ, ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാൻ. നമുക്ക് രണ്ട് കാര്യങ്ങൾക്കാ നമ്മളെല്ലാവരും ഒന്ന് ജീവിക്കണേ. എന്താണ് രണ്ട് കാര്യങ്ങള്? ഭുക്തി എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതത്തിന്റെ സുഖം, അതാണ് ഭുക്തി എന്ന് പറയുന്നത്. അവസാനം നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹം എന്താണ്? ആ ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരണമെന്നൊരു ആഗ്രഹം ഉണ്ട് നമുക്ക്, അല്ലേ? നമ്മൾ അവസാന യാത്ര പോകുമ്പോ പറയല്ലേ, ആ എന്താണ് രാമപാദം ചേരണമെന്നൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ പറയണെങ്കിൽ ഗുരുപാദങ്ങളിൽ ചേരണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം ഒരു ഗുരുവിന്റെ പാദത്തിലാണ് മോക്ഷമിരിക്കുന്നത് എന്ന്
മഹാകവി കുമാരനാശാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കൃതിയിൽ. ഞാൻ അതൊന്നും ഇവിടെ ഇപ്പൊ പറയുന്നില്ല, കാരണം ആശാന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ആശാന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. കാരണം ഇന്ന് ഇതുപോലെ ഒരു സെക്കൻഡ് ആശാൻ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അനകവിയും നടലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അലഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. അണകവിയും നടലാഴി ദുഃഖസമുദ്രം അണപൊട്ടി ഒഴുകി ആ അണയിലൂടെ ഒലിച്ചു പോകാതെ എന്റെ ആ മനോഹരമായ തൃക്കൈ തന്ന് ഈ ഉള്ളവരെ കരകയറ്റിയ ആ ശ്രീനാരായണ ഗുരുദേവൻ എന്റെ ദൈവമല്ലോ, എനിക്ക് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് സുബ്രഹ്മണ്യനെ ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള സുബ്രഹ്മണ്യ ശതകം, ഭക്തവിലാപം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ മഹാകവി കുമാരനാശാൻ രചിച്ചു. അപ്പൊ തന്റെ ദൈവം ശ്രീനാരായണ ഗുരുദേവനാണ്. ഇതാ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭഗവാനെ ദൈവമായിട്ട് പ്രാർത്ഥിക്കണോ, ഇതാ 100 പദ്യങ്ങൾ അടങ്ങുന്ന സുബ്രഹ്മണ്യ ശതകം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളുക. പക്ഷേ എന്റെ ദൈവം ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ശ്രീനാരായണ ഗുരുദേവനാണ് എന്റെ നായകൻ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളണം, ഒരു നായകൻ നമ്മളെ നയിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ നമ്മൾ ഗദ്യപ്രാർത്ഥന ചൊല്ലി ഇല്ലേ? അതിനകത്ത് എന്താണ് ആ ഗദ്യപ്രാർത്ഥന? നമ്മൾ ചൊല്ലിയാലും നമുക്ക് അതിന്റെ അർത്ഥത്തെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമിക്കുവിൻ സഹചരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ? കുശലം എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം എന്നാണ്. ഗുരുഭക്തി ഇല്ലാതെ ആർക്കെങ്കിലും ഐശ്വര്യം വന്നു ചേരുമോ? ഇതാ ഇതിനേക്കാൾ ദൈവം മറ്റൊരു ദൈവം നമുക്ക് നിനക്കിൽ കിട്ടുമോ? ഇതുപോലെ ഈ ഒരു കുലത്തിന് ഇതുപോലെ ഒരു ഭാഗ്യം ലഭിക്കുമോ എന്ന് മഹാകവി കുമാരനാശാൻ ചോദിക്കുമ്പോ മഹാകവി വള്ളത്തോട് നമുക്കറിയാം നാരായണ മേനോനാണ്. നായർ സമുദായത്തിൽ ജനിച്ച ആളാണ് മേനോൻ. ഗുരുവിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേളയില് ഒരു കാവ്യം എഴുതി ഗുരുവിന്റെ പാദത്തിൽ സമർപ്പിച്ചു. എന്താണ്? പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലെ പണ്ടെന്ന പോൽ ഇടവന്മാരിൽ സ്വാമി പിറന്ന മാസം അതിങ്കലാണ് ഏവർക്കും ഓണോത്സവം. അരിമ്മട്ടിൽ അഖണ്ഡ ചിന്മയനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും പുതുചന്ദ്രനെ ജയതിരം നാരായണ ശ്രീ ഗുരു. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലെ പണ്ടെന്ന പോൽ ഈ ലോകത്ത് അധർമ്മം കളിയാടിയപ്പോൾ ധർമ്മ സംരക്ഷണാർത്ഥം ഇവിടെ അവതാരമെടുത്തു ശ്രീകൃഷ്ണ പരമാത്മാവ്. ഏത് കുലത്തിലാണ് അവതാരമെടുത്തത്? യാദവ കുലത്തിലല്ലേ? അതുപോലെ ഇതാ ഇവിടെ അധർമ്മം കളിയാടിയപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവതാരം ചെയ്തു. ഇത് ഈ കൃഷ്ണ ഭഗവാന്റെ അവതാരത്തോട് തുലനം ചെയ്തത് ആരാണ്? മഹാകവി കുമാരനാശാനാണോ? ഗുരുദേവന്റെ ശിഷ്യനാണോ? അക്കാലത്തെ കവികളിലെ ത്രിമൂർത്തി കവിത്രയത്തിലെ ഒരു പ്രധാനിയായിട്ടുള്ള മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് ഇവിടെ ഈ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലെ പണ്ടെന്ന പോൽ ഇഴവന്മാരിൽ സ്വാമി പിറന്ന മാസം അതിങ്കലാണ് ഏവർക്കും ഓണോത്സവം. ഇതാണ് ഗുരുവിന്റെ സ്വരൂപം എന്ന് വള്ളത്തോൾ നാരായണ മേനോൻ കണ്ടിരുന്നു. പക്ഷെ ഇതുപോലെ ധർമ്മ സംരക്ഷണാർത്ഥം അവതാരം ചെയ്ത അതാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചോ? ഇത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണോ? ഗുരുവിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ മഹാകവി വള്ളത്തോൾ എഴുതിയ കാവ്യം ഇതൊക്കെ എവിടെയാ ചേർത്തിരിക്കുന്നത്? ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ റിപ്പോർട്ടിൽ മഹാകവി കുമാരനാശാൻ കുറിച്ചു വെച്ചു. അന്നത്തെ SNDP യോഗത്തിന് മുഖപത്രമായിരിക്കുന്ന ആ മുഖപത്രത്തിൽ ഇതെല്ലാം അച്ചടിച്ചു വന്നു. ദീർഘമായി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. നമുക്ക് ഏകദേശം സമയം ആയിരിക്കുന്ന
അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് ശിവനെ പ്രതിഷ്ഠിച്ചു തന്നുകൊണ്ട് ശിവനെ പ്രാർത്ഥിക്കാനുള്ള ആ പ്രാർത്ഥനകൾ ഗുരു എഴുതി തന്നു. ശിവശതവും ശിവപ്രസാദ പഞ്ചകവും ശിവസ്തവവും അതുപോലെ തന്നെ ഒട്ടേറെ സ്തോത്രങ്ങൾ, കോലധീരേശസ്തവവും തുടങ്ങിയിട്ടുള്ള കൃതികൾ. കോലധീരേശസ്തവമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ശരിയായിട്ടുള്ള ശിവസ്വരൂപത്തെ മനസ്സിലാക്കി ഗുരു തരുന്ന ഒരു കൃതിയാണ് കോലധീരേശസ്തവം. നമുക്ക് എല്ലാവർക്കും കൂടി ആ കോലധീരേശസ്തവം ചൊല്ലാം. നിങ്ങൾ എല്ലാവരും പുസ്തകം ഉണ്ടോ? അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾ എന്തായാലും നമ്മൾ വാങ്ങിക്കണം. കാലാശ്രയമെന്നായണയുന്നോർ അനുകൂലൻ പാരാക്ഷൻ അധർമ്മിഷ്ടരിയേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്ന് കുളത്തൂർ കോവിൽ വാഴും പരമേശൻ ഈ ലോചനം ആദീന്ദ്രിയമേതെങ്കിലും ഒന്നിങ് ആലോചന കൂടാതെ ബധത്തിങ്കൽ അണഞ്ഞാൽ ആരാക്കിൽ ഉടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോവിൽ വാഴും പരമേശൻ. ഇങ്ങനെ ഓരോ കൃതികളും അതിന്റെ അർത്ഥതലങ്ങളെയും ഒക്കെ ഓരോ ക്ലാസ്സുകളിലൂടെ അല്പാൽപമായി നമുക്ക് പഠിച്ച് മുന്നേറി നമ്മുടെ ജീവിതത്തെ ഒക്കെ നമുക്ക് ധന്യമാക്കാൻ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഗുരു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ